നമസ്കാരം. എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/12/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 643/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1979 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ 3 ഓപ്ഷൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് എടുത്തതിന് ശേഷം മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതും ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും നിങ്ങൾ NTC പാസ്സായി കഴിഞ്ഞതിന് ശേഷമുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ പറയുന്ന ക്വാളിഫിക്കേഷൻ, രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആദ്യത്തെ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡിൽ പാസ്സായിരിക്കേണ്ടതാണ്. ആ ട്രേഡിൽ പാസ്സായതിനു ശേഷം മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൂന്നാമതായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്, അതായത് മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ബ്രാഞ്ചിൽ നിന്നും ഡിപ്ലോമ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഈ തസ്തികയ്ക്ക് ഈക്വലൻ്റോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായോ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷനുകളാണ് ഇതിൽ ഇനി പറയാനായി പോകുന്നത്. അതിൽ ആദ്യമായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്,
മൂന്നാമതായി കൊടുത്തിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, എംടെക് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എംടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇത് കൂടാതെ മറ്റ് ക്വാളിഫിക്കേഷനുകളും ഇക്വലൻ്റായും ഹയർ ക്വാളിഫിക്കേഷനായും കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൽ പറയാത്ത ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതിൽ ആദ്യമായി വരുന്നത് ഏത് കാൻഡിഡേറ്റ് ആണോ വർക്ക്ഷോപ്പ് അറ്റൻഡറായി അതേ ട്രേഡിൽ ജോലി ചെയ്യുന്നത് അവർക്കും അവരുടെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായി ഈ തസ്തികയ്ക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് എക്സംഷൻ ഉണ്ടാവുന്നതായിരിക്കും. അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് മാത്രം ഉണ്ടായിരുന്നാൽ മതിയാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/1/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.